കഴിഞ്ഞ മാർച്ചിൽ പാസാക്കേണ്ട ബജറ്റ് 9 മാസങ്ങൾക്ക് ശേഷം പാസാക്കി കേരള സാങ്കേതിക സർവകലാശാല 373.52 കോടി രൂപയുടെ ബജറ്റ് അംഗീകരിച്ചതോടൊപ്പം ഡിഗ്രികൾ അവാർഡ് ചെയ്യുന്നതിനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഒരു ഇടവേളയ്ക്ക് ശേഷം സാങ്കേതിക സർവകലാശാലയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിൽ ഗവർണറും പങ്കെടുത്തു. ഗവർണറും മുഖ്യമന്ത്രിയും സമവായത്തിലായ ശേഷമുള്ള സാങ്കേതിക സർവകലാശാലയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിൽ ഗവർണർ പങ്കെടുത്തു. കഴിഞ്ഞ തവണ ഗവർണർ മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ MLA-മാരും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നിരുന്നതുകൊണ്ട് കോറം തികയാതെ യോഗം പിരിയേണ്ടതായി വന്നു. എന്നാൽ ഇന്ന് ഗവർണർ എത്തുന്നതിനും വളരെ നേരത്തെ തന്നെ എല്ലാവരും യോഗത്തിനായി എത്തിയിരുന്നു. VC ഡോക്ടർ സിസ തോമസും MLA ആയ IB സതീഷും ചേർന്ന് ഗവർണറെ സ്വീകരിച്ചു. നടപ്പ് വർഷം മാർച്ചിൽ പാസാക്കേണ്ടിയിരുന്ന 373.52 കോടി രൂപയുടെ ബഡ്ജറ്റ് അംഗീകരിച്ചു. ഡിഗ്രികൾ അവാർഡ് ചെയ്യുന്നതിനും തീരുമാനിച്ചു. ചാൻസലർ കൂടിയായ ഗവർണർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഇപ്പം ബോർഡ് ഓഫ് ഗവർണൻസ് മീറ്റിംഗ് ആണ് നടന്നത്. അത് കഴിഞ്ഞ ഒക്ടോബർ 2024 ലാസ്റ്റ് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2025-26 ബഡ്ജറ്റ് നമുക്ക് പാസ്സാക്കാൻ പറ്റിയിരുന്നില്ല. അതിവിടെ വെച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് യൂണിവേഴ്സിറ്റി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫിനാൻഷ്യലായിട്ട്. അത് ഇനിയുള്ള 3 മാസമെങ്കിലും നമുക്ക് ആ ഫണ്ട് സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. അതല്ലാതെ പിന്നെ മെയിനായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നത് PhD കുട്ടികളുടെ ഡിഗ്രി കൺഫർ ചെയ്യുന്നതും 1 വർഷമായിട്ട് അത് പെൻഡിങ് ആയിരുന്നു. അതും ഇന്നത്തെ മീറ്റിങ്ങിൽ അപ്രൂവ് ആയിട്ടുണ്ട്. ഒരുപാട് പേരും പെട്ടെന്ന് ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് തന്നെ ഓൺലൈനായിരുന്നു. അല്ലാതെ ഒരുപാട് പേര് പങ്കെടുത്തു. 23 മെമ്പേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബോർഡ് ഓഫ് ഗവേണൻസ് അംഗമായ കോൺഗ്രസ് അംഗം എൽദോസ് കൂനപ്പള്ളി MLA ഓൺലൈനായും V ശശി നേരിട്ടും യോഗത്തിൽ പങ്കെടുത്തു. MLA-മാരായ സച്ചിൻ ദേവ്, ദലീമ എന്നിവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ജനം, തിരുവനന്തപുരം.